ഈ തമിഴ്നാട്ടിൽ ഈ ഇഡലിയും സാമ്പാർ ഈ ചട്ടണിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഇതുണ്ട് ചെറിയ 2 വട. അടിപൊളി ഫുഡാണ് ഇങ്ങനെയുള്ള ദോശ, ഇഡലി, അങ്ങനെയുള്ള കുറേ ഐറ്റം സാധനമുണ്ട്. ഭയങ്കര നല്ല ടേസ്റ്റാണ്. ഈ നമ്മുടെ നാട്ടിൽ ഇപ്പം മന്തിയും ഗന്തിയും സുന്തിയും ഒക്കെ വന്ന് ക്യാൻസർ ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുക. ഈ തമിഴ്നാട്ടുകാരുടെ ഫുഡിലോട്ട് മാറണം. എന്നാ ടേസ്റ്റാണെന്നറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ചോറ് കൊണ്ട് തന്നെ ഒരു 5-6 ഐറ്റം സാധനമുണ്ട്. തൈരിൻ്റെ അകത്തൊക്കെ ഇട്ട് തൈര് ചോറ്, മഞ്ഞച്ചോറ്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. എല്ലാം സൂപ്പർ ഐറ്റം സാധനങ്ങളാണ്. 50 രൂപ കൊണ്ടും ആഹാരം കഴിക്കാം, 150 രൂപ കൊണ്ടും ആഹാരം കഴിക്കാം. അതാണ് തമിഴ്നാട്ടിലെ ഒരു ഗുണം. போதும். அம்மா இந்த சட்னியில் என்னக்கா போட்டிருக்கு? சூப்பராக சட்னி. சட்னி என்னென்ன தேங்காய், கடலை, வெள்புண்டு, காய்கறி, அவ்வளோதான். சூப்பராக இருக்கு. அடிப்பொடி சாப்பாடு. சாப்பாடு ஆம்லெட் அதெல்லாம் சாப்பிடுவோம். அதே கேட்க വെള്ളം കുടിക്കാൻ കൊണ്ട് വെച്ചിരിക്കുന്ന പാത്രം കൊണ്ട് ഇഷ്ടംപോലെ കുടിച്ചോണം. ஒரு சிலர் அப்படிதான் கேட்குறாங்க. சரி சரி. നിങ്ങൾ ഈ പോസ്റ്റർ കണ്ടോ? ആ ആളിനെ അറിയാവോ? ഇത് കണ്ടോ? ഈ ആളിനെ സ്നേഹിക്കുന്നവരാണ് ഈ പോസ്റ്ററെ കാണുന്ന ഇവരെല്ലാവരും. അപ്പോൾ ഞാനിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ വീരപ്പൻ്റെ പേരിൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് കാണുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. കുറച്ചു പേർക്ക് ദ്രോഹമായിട്ട് തോന്നിയെങ്കിലും ഇദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ നല്ലത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്നും അദ്ദേഹത്തെ ഈ തമിഴ്നാട്ടുകാർ സ്നേഹിക്കുന്നത്. കൊള്ളാം അല്ലേ?